കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഓശാന തിരുനാൾ ആഘോഷത്തോടെ നമ്മളത് സെലിബ്രേറ്റ് ചെയ്തു. സമാധാന രാജാവായി നമ്മുടെ കർത്താവ് കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് രാജ്യീയ പ്രവേശനം നടത്തിയതിൻ്റെ ഓർമ്മയായിരുന്നത്. ഹോസാന എന്നുള്ള വാക്കിനർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഇന്ന് ഏറ്റവും അധികം നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ നിലവിളിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ, കുടുംബങ്ങളെ രക്ഷിക്കണമേ, തലമുറകളെ രക്ഷിക്കണമേ. യുദ്ധത്തിൻ്റെ കെടുതികളും യുദ്ധത്തിൻ്റെ അസ്വസ്ഥതകളും ലോകം മുഴുവനും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളെ രാജ്യങ്ങളെ, ജനപദങ്ങളെ കർത്താവെ രക്ഷിക്കണമേ. ഹോസാന ഹോസാന, ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് പറഞ്ഞ് നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏറ്റവും ഒരുക്കത്തോടെ വിശുദ്ധ വാരത്തിലെ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുകൊള്ളാം. പെസഹ നമ്മുടെ കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. അവിടുത്തെ രക്തശരീരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത കൃപയുടെ ദിവസം. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആ പെസഹയുടെ രാത്രിയിലെ ഗെത്സമനിയിൽ കർത്താവ് പ്രാണവേദനയോടുകൂടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ഹൃദയവേദനയോട് ചേർന്ന് ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ നമുക്ക് ഈ പെസഹ ദിനത്തിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ പെസഹയുടെ രാത്രി 9 മുതൽ 12 മണി വരെ ഇന്ത്യൻ സമയത്ത് ഗെത്സമൻ വിജിൽ എന്നുള്ള 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ ശുശ്രൂഷ ഷെക്കൻ ന്യൂസിലൂടെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ലോകത്തിന് ഏത് ദിക്കിലാണെങ്കിലും ഒരുമിച്ച് വന്ന് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയവേദനയോട് ചേർന്ന് നമുക്ക് ആ 3 മണിക്കൂർ അവനോടൊപ്പം ഉണർന്നിരുന്ന് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെസഹ നമ്മൾ ആചരിക്കേണ്ടത് പുളിപ്പില്ലാതെയാണ്. പുളിപ്പെന്ന് പറയുന്നത് എന്താണ്? അശുദ്ധിയാണ്, പാപമാണ്. സകല പാപത്തെയും എല്ലാവിധ അശുദ്ധികളെയും വിട്ടുകളഞ്ഞ് ഏറ്റവും ഒരുക്കത്തോടെ ആത്മീയ വിശുദ്ധിയോടെ നമുക്ക് ഈ പെസഹയുടെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ദുഃഖവെള്ളി ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കൃപയുടെ ദിവസമാണ്. തൻ്റെ കുരിശു മരണത്തിലൂടെ ലോകം മുഴുവനെയും വീണ്ടെടുത്ത അനുഗ്രഹത്തിൻ്റെ ദിനം. നമ്മുടെ കർത്താവ് നമുക്കായി നേടിത്തന്ന അസംജന്യ രക്ഷ, നിത്യരക്ഷ, അതനുഭവിച്ച് വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ ദിനംതോറും ജീവിക്കുവാനാണ് ഓരോ ദുഃഖവെള്ളിയും നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ ഒരു ചടങ്ങായി, ഒരു ആചാരമായി മാത്രമാകരുത്. കർത്താവ് നമുക്കായി തന്ന ആ വീണ്ടെടുപ്പിൻ്റെ, ആ നിത്യരക്ഷയുടെ അനുഭവത്തിൽ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി ജീവിക്കുവാൻ നമുക്കൊരുങ്ങാം. ദുഃഖശരി നമുക്കറിയാം, നമ്മുടെ മാമോദീസ നബിയുടെ വാഗ്ദത്തമൊക്കെയാണ്. സഭയിലും ഈശോയിലും നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മരിക്കേണ്ടി വന്നാലും, രക്തം ചിന്തേണ്ടി വന്നാലും, എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും നമ്മുടെ വിശ്വാസത്തോടെ ധീരതയോടെ മുറുകെ പിടിച്ച് ആ വിശ്വാസം ജീവിക്കുവാനുള്ള കൃപയഭിഷേകവുമാണ് ദുഃഖശരിയുടെ ശുശ്രൂഷകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈസ്റ്റർ നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളാണ്. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നൊരു അനുഭവമാണ്. കർത്താവിൻ്റെ കല്ലറയിലേക്ക് വന്ന മറിയം ആ കല്ലറയിലേക്ക് നോക്കിയപ്പോൾ അവിടെ കർത്താവിനെ കണ്ടില്ല. മാലാഖമാര് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൾ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് കാത്തു നിന്നു. അവൾ കർത്താവിനെ കണ്ടുമുട്ടുകയാണ്. അവളുടെ ആദ്യത്തെ ഈസ്റ്റർ മെസ്സേജ്, ലോകത്തിന് നൽകപ്പെട്ട ആദ്യത്തെ മെസ്സേജ് എന്താണ്? റോഡിൽ ചെന്ന് ശിഷ്യരോട് പറഞ്ഞു, ഐ സോ ദ ലോർഡ്, ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു. ഐ ഹാവ് സീൻ ദ ലോർഡ്, ഞാൻ എൻ്റെ യേശുവിനെ കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, ഓരോ ഉത്ഥാന തിരുനാളും ഈ ഒരു എൻകൗണ്ടറിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്. വെറും അത് തീറ്റയും കുടിയും ഒരു ആചാരവും ഒരു ആഘോഷമായി മാറാതെ കർത്താവിനെ കണ്ടുമുട്ടി അവൻ്റെ ഉദ്ധാന ശക്തിയിൽ ജീവിക്കുന്ന ഒരു കൃപയിലേക്ക് നമുക്ക് വളരാം. അതിനായി ഈ വിശുദ്ധ വാരത്തിൽ ഓരോ ശുശ്രൂഷയും നമുക്ക് ഏറ്റവും ഒരുക്കത്തോടെ പങ്കെടുത്ത് ഈ കൃപ ധാരാളമായി നമുക്ക് സ്വീകരിക്കാം. നിങ്ങളേവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ വിശുദ്ധ വാരത്തിൻ്റെ ഈ പുണ്യദിനത്തിൻ്റെ സകല നന്മകളും സ്നേഹത്തോടെ നിങ്ങൾക്ക് എവർക്കും ആശംസിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഉണ്ടാകട്ടെ.